ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഓക്കെ, അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏതൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാർഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പതിവിലും കൂടുതലായിട്ട് കാർഡുകൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. നമുക്ക് നോക്കാം, ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാർഡുകൾ അറേഞ്ച് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പതിവിലും കൂടുതലായിട്ടുള്ള കാർഡുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റീഡിങ് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഒരു വിശ്വാസത്തോടു കൂടി, ഒരു പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിനെ ആയിരിക്കാം വിശ്വസിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള ആ ഒരു എന്ത് വിശ്വാസമായിക്കൊള്ളട്ടെ, ആ ഒരു വിശ്വാസത്തിൽ കൂടുതൽ നിങ്ങൾ അടുത്ത് വരുന്നു. ആ ഒരു വിശ്വാസത്തിന്റെ രീതിയിൽ ഒന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒന്ന് പിന്തിരിഞ്ഞ് നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ഇനി നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു ഫ്യൂച്ചർ ആയിരിക്കാം നിങ്ങളുടെ മുന്നിലുള്ള. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ബ്ലാങ്ക് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങിയിട്ട്, അതായത് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം. ഇനി വരുന്നത് പോലെ വരട്ടെ, ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച രീതിയിലായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒന്ന് പിന്തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒരുപാട് എനർജി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എങ്കിൽ പോലും ഇപ്പോൾ അത് ഒരു നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത്. അതുപോലെയുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ കാം ആയിട്ടുള്ള ഒരു പേഴ്സൺ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ആ ഒരു വാശിയൊക്കെ ഒന്ന് കളയാനായിട്ടും ആ വാശിയൊക്കെ മാറ്റിവെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാമായിട്ടുള്ള എനർജിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് നിങ്ങൾക്ക് കിടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ലൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി, മനസ്സിൽ നിന്നെല്ലാം മാറി പുറത്തു കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയമേ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം നമുക്ക് തന്നെ ഇവിടെ കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ആ ഒരു ഏഞ്ചൽസിന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് ലൈഫിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു ലൈഫിനൊരു ബാലൻസ് കിട്ടിയതുപോലെ, പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടിയതുപോലെ. ഇപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മളെ
വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് തന്നെ ഇവിടെ ആ ഒരു കാർഡിലൊക്കെ കാണാനായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്കിവിടെ ഒരു മൂൺ എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൂണിന്റെ ആ ഒരു ഇരുളടഞ്ഞതുപോലെയുള്ള ആ ഒരു സമയമൊക്കെ മാറി ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ ആ ഡാർക്ക്നെസ്സിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒരു നുറുങ്ങ പ്രകാശം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു നെഗറ്റീവ് എനർജി കഴിയുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി വരുന്നു. അതിനകത്തൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ്, ഒരു കൊച്ചു വെളിച്ചമാണെങ്കിലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് നമുക്ക് തന്നെ ഈ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെയുള്ള അത്രയും ആ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ആ ഒരു പോസ്പെരിറ്റി, ഹാപ്പിനെസ്സിലൊക്കെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനുള്ളത്. ഇതൊരു മാറ്റത്തിന്റെ ഒരു എനർജിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ചിലരെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ചിലപ്പോൾ ഒരു ഹോപ്പ് പോയവരൊക്കെ ഒരു അവസ്ഥയായിരിക്കും. ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു അവസ്ഥ, ഒരു പേഴ്സന്റെ ഒരു പെരുമാറ്റം, തടസ്സങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പിന്തിരിഞ്ഞു പോയിട്ടുള്ളത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും മനസ്സിൽ അത് ഇറക്കി വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ പിന്തിരിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അതിനൊരു മാറ്റം വരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മാറ്റം ആ ഒരു റിലേഷൻഷിപ്പിന് സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പോ ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന, ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു എനർജി തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പേഴ്സന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ വ്യക്തി വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ആളുകളോട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചങ്ങാത്തം കൂടുന്ന ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും ഈ ഒരു പേഴ്സണെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ക്യാരക്ടറൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അതായത് വളരെയധികം വൈബ്രന്റ് ആൻഡ് ലൗഡൊക്കെ ആയിട്ടുള്ള ഒരു എനർജി കൊടുക്കുന്ന ഒരു വ്യക്തി. അപ്പം ഒരു പേഴ്സൺ, ആ അത്തരത്തിലുള്ള ഒരു പേഴ്സണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സന്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു വിപരീതമായിട്ടാണ് ഈ ഒരു പേഴ്സന്റെ എനർജി നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ റീസെന്റ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകാം, വളരെ അവരെ ഷോക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വലിയൊരു പ്രതിബന്ധം അവരുടെ ലൈഫിൽ കൊടുത്തിട്ടുള്ള, അവരുടെ മനസ്സിന് കനത്തൊരു ആഘാതം കൊടുക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിനകത്ത് സംഭവിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നമ്മൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അത് വളരെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു സംഭവം ആയതുകൊണ്ടൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഒരു വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാരണമായതുകൊണ്ടൊക്കെ ആയിരിക്കാം വളരെയധികം ഷോക്കാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ ആരെല്ലാം കൂടെയുണ്ട്, അല്ലെങ്കിൽ ഇവര് ഏത് സാഹചര്യത്തിൽ ആണെന്നുണ്ടെങ്കിലും എല്ലാവരോടും ഒരു വിരോധം വെച്ച് അല്ലെങ്കിൽ ദേഷ്യത്തോടെ പെരുമാറുന്ന തരത്തിൽ, അല്ലെങ്കിൽ വളരെയധികം ഒരു ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ ഈ ഒരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺസ് ഒക്കെയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതൊന്നും ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതായത് അവരൊന്ന് ഉൾവലിഞ്ഞു, അത്രമേൽ അവർക്ക് പല കാര്യങ്ങളോടും ഒരു വെറുപ്പ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വയം ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇവരെ ഏറ്റവും മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്ന് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം ഈ ഒരു ചീറ്റിംഗ് പോലെയുള്ള, അല്ലെങ്കിൽ ഇവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ ഇവരെ വഞ്ചിച്ചു എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആരോടും ഒരു ട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സണ് ഉള്ളത്. അപ്പം ഇനി അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാൻ ചാൻസസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുൻപ്
ഈ ഒരു പേഴ്സണ് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ കടന്നു വന്നതിന് ശേഷം ആയിരിക്കാം അവർ ചിലപ്പോൾ ഒത്തിരി ഒരു മാറ്റങ്ങളിലൂടെ പോയിട്ടുള്ള, ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒട്ടും സീരിയസ് ആയിട്ട് കാണാത്ത ഒരു പേഴ്സൺ, ഒരു ടൈം പാസിന് റിലേഷൻഷിപ്പ് കൊണ്ടു നടന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ചെന്നതിന് ശേഷം അവർക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു പാമ്പറൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ എത്ര റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഒരു ഫുൾഫിൽമെന്റിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേസമയം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു നമുക്കിവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി, ആ ഒരു അത്രയധികം ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരു ഫൂളിഷ് ക്യൂൻ എന്നുകൂടി ഇതിൽ പറയാറുണ്ട്. കാരണം അത്രമേൽ സ്നേഹം കൊണ്ട് ഒരു മന്ദബുദ്ധിയായി പോയ ഒരു വ്യക്തി എന്നുള്ള ഒരു എനർജി നമുക്ക് പൊതുവെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ അത്രയധികം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു. ഇവർക്ക് എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇനി കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ അത്ര നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പോലും അത്രമേലൊരു ഓവർ ലവ് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കാണിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഒരു ഭാരമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ഭാരമാവുക എന്ന് പറയുന്നത്, ഇത് എനിക്ക് തലയിലെടുത്ത് ഇങ്ങനെ വെക്കേണ്ടിയിരുന്നില്ല, എനിക്കിപ്പോൾ ഇത് വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരിക. ചിലവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കരിയറിലൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പോഴേക്കും നമുക്കതൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് കാരണമാണല്ലോ എനിക്ക് ഈ ഇന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റാത്തത്, അല്ലെങ്കിൽ പല വ്യക്തികളുമായിട്ട് വഴക്കിടേണ്ടി വരുന്നത് എന്നൊക്കെ ചിന്തിക്കാം. അപ്പം ഇതാണ് നമ്മൾ സ്വയമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടല്ല, മറ്റൊരു സാഹചര്യങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ് ഭാരമായി തോന്നിയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സണും എന്തൊക്കെയോ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഭാരമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ആ ഒരു തേർഡ് പാർട്ടി എനർജീസിന്റെ ഇൻഫ്ലുവൻസസും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ട് ആണെങ്കിലും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സംഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് 3 ഓഫ് സോഴ്സിന്റെ കാർഡ് വഴി. അത്രയും ഒരു ഹൃദയവേദന നിങ്ങൾക്ക് തന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഉള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം ഈ ഒരു പേഴ്സന്റെ പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷനിൽ അവര് വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒറ്റപ്പെടുന്നുണ്ട്. പലരും കൂടി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരും എൻ്റെ ചുറ്റിനുമില്ല എന്നൊരു തരത്തിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുകയാണ്. അവർക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു ആഘാതം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഡിസ്ട്രാക്ഷൻ, അതെല്ലാം അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ഷോക്കിൽ നിന്നൊക്കെ മുഴുവനായിട്ട് കരകയറാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതിന് ചില വ്യക്തികളുണ്ട് മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുന്നത്. അപ്പം അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ പോകുന്നുണ്ടെങ്കിലും മറ്റുള്ളവര് ചിലപ്പോൾ ഇതൊന്നും മറ്റുള്ളവരെ കാണിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് ഇതൊന്നും പുറമെ കാണിക്കാതെ പുട്ടിയിട്ടടച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരറിയണ്ട, അല്ലെങ്കിൽ എൻ്റെ വിഷമം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് തമാശയായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ സങ്കടം കണ്ടിട്ട് അവരെ സന്തോഷിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ അത്രയധികം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. ആരോടാണെങ്കിലും ഒരു ആക്രോശം എന്നുള്ളൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. കൂടുതലും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സന്റെ അടുത്ത് ആളുകൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരവസ്ഥ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒപ്പം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ഷോക്ക്
കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചതി പറ്റിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വൈരാഗ്യമായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ഫീലിങ്സും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട ഒരവസ്ഥയും കാണുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ നിന്ന വ്യക്തികളെ ഫിനാൻഷ്യലി ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരു ടൈമും കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കേസുകളിൽ പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോബൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറ്റിയിട്ടുള്ള ഒരു ചതികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ വിഷമം അനുഭവിക്കുന്നുണ്ട്, ഒരു ആൻസൈറ്റി ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കാനുള്ള ചാൻസസ് ഇല്ല. അവരുടെ ഒരു വിശ്വാസം തകർത്ത് ചിലപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ബാക്കിൽ നിന്ന് കയറി വന്നപ്പോൾ നിങ്ങളെ തള്ളി പറഞ്ഞൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു പേഴ്സണിൽ നിന്നായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒട്ടും നനച്ചിരിക്കാതെ ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതായത് നിങ്ങളെ തള്ളിക്കളഞ്ഞ് മറ്റൊരു കാര്യം ചൂസ് ചെയ്ത്, പക്ഷെ ആ ഒരു ചൂസ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, ഒരു പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കുളത്തി പട എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ, അതുപോലെ ഒരു അവസ്ഥ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി ഇവിടെ അത് എൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ അത് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിന്നിരുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവരുമായിട്ടുള്ള ഒരു സഹവാസം അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ഡെത്ത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു പാസ്റ്റ് മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പക്ഷെ നിങ്ങൾ ഉപേക്ഷിച്ച് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വളരെ അടിച്ചുപൊളിച്ച് നടന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയ ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ ഒരു വ്യക്തിക്ക് അതൊരു പ്രശ്നമൊന്നും ആയിരുന്നില്ല, നിങ്ങൾ കരഞ്ഞ് ആ ഒരു വ്യക്തിയൊക്കെ വിചാരിച്ച് ചിന്തിച്ച് ഓർമ്മിച്ചൊക്കെ ഇരുന്ന സമയത്ത് ഇവര് നല്ല ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വേദനയെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊന്നും അവർ ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഈ ഒരു ട്രോമ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ സ്ട്രെസ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾക്കും നിങ്ങൾ അഡ്വൈസ് കൊടുത്തിരുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇവര് അത്രയും നന്നായിട്ട് ഇവരെ പാമ്പർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കരുതൽ അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സന്റെ ചുറ്റിനും മറ്റാരും ഇല്ലാത്തത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ആരും ഇവരുടെ ലൈഫിൽ ഇല്ല, നിങ്ങളോത്രം വിശ്വസിക്കാൻ പറ്റുന്ന, അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഈ ഒരു തരത്തിലുള്ള ചിന്തകളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ചില കാര്യങ്ങൾ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ ഇവർ താമസിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം, ചിലപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്ലേസ് തന്നെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. ചിലപ്പോൾ നാട്ടിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എബ്രോഡൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എബ്രോഡുള്ള വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരികെ വരാനുള്ള ഒരു ചാൻസസ്, അങ്ങനെ ഒരു മാറ്റമായിട്ട് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ സംഭവിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇത്. ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം. ചിലപ്പോൾ അത്രയും നാൾ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമൊക്കെ വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് ജോയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരാം. അപ്പോൾ ചില കാര്യങ്ങൾ ഇതുപോലെയുള്ള ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു എത്രത്തോളം ഡെപ്തിലാണ് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇതിനു മുൻപ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള ബന്ധം അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ കൊണ്ടു നടന്നിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഏറ്റവും സ്മൂത്ത് ആയിട്ട് തോന്നിയത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫുൾഫിൽമെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അത് നഷ്ടപ്പെടുന്നതെങ്കിലും അവർക്കുള്ള ഈ ഒരു സമയത്ത് അവർക്ക് അതിന് വാല്യൂ ഒത്തിരി തോന്നുന്നുണ്ട്. ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ട സമയത്ത് അവർക്ക് ഒട്ടും വാല്യൂ തോന്നിയിരുന്നില്ല, പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് ഒത്തിരി വാല്യൂ തോന്നുന്നുണ്ട് ഈ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അപ്പം ഈ ഒരു
വ്യക്തിയിലേക്ക് തിരിച്ചു വരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പം വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് ബെറ്റർ ആക്കണം, ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇവരൊരു ഫോൺ ത്രൂ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടോ അത്തരത്തിലുള്ള ഒരു സംഭാഷണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ നേരെ സംസാരിക്കാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരു കോളോ മെസ്സേജോ ഒന്നും അവർ അയക്കില്ല. അത് മാത്രമല്ല ഈ ഒരു പേഴ്സന്റെ ലൈഫ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഷോക്കിൽ നിന്ന് അവർക്ക് കരകയറി വരുന്നതേ ഉള്ളൂ. ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട്, സ്നേഹം ഇതെല്ലാം ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു ബാലൻസ് ഈ ഒരു പേഴ്സണ് കിട്ടിയ ശേഷം നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു മാനസികാവസ്ഥ പ്രകാരം ഇപ്പോൾ ഒരു ഡയറക്റ്റ്ലി ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അല്ല. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു ടൈം എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ പറയാനായിട്ട് സാധിക്കത്തില്ല. ചിലപ്പോൾ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി അവർ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ദേശം അവർ പറയുന്നത് പോലെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ നേരിട്ട് വന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളുടെ ഒരു സാമീപ്യം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു 2 of Cups എനർജി നമുക്ക് ലാസ്റ്റ് വരുന്നത്. ആ ഒരു കപ്സ് ലവ് അത് നിങ്ങൾക്ക് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ്. പക്ഷെ അതിനായിട്ട് ഈ ഒരു പേഴ്സൺ ഒന്ന് സ്റ്റേബിൾ ആവണം, അവരുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം. ആ ഒരു പേഴ്സൺ അത് കൊണ്ടുവരും. അതുപോലെ തന്നെ നിങ്ങളോട് വളരെ ഡയറക്റ്റ്ലി വന്നിട്ട് നേരെ വന്നിട്ട് സംസാരിക്കാനാണ്, അതുപോലെ അപ്പോളജൈസ് ചെയ്യാൻ, ക്ഷമ ചോദിക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിൽ. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കൺവിൻസ് ആവൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും ഭീകരമായിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത്രയും ഒരു ഹാർട്ട് പെയിനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു ഹായ് ഹലോ ഇട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല ചിലപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം ഈ ഒരു പേഴ്സൺ ഡയറക്റ്റ് നിങ്ങളിലേക്ക് വരാൻ ഒരു കോൺവെർസേഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും റെസനേറ്റ് ആവുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സെപ്പറേഷനിലായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ള പേഴ്സൺസ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യത ഉണ്ടോ എന്നോർത്ത് നിങ്ങൾ തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ആവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 13 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. 1990 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ വരുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്ക്, തിരുവനന്തപുരം ജില്ല, ഓഗസ്റ്റ് മന്ത്, 2023 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ എം, ബ്യൂട്ടിഫുൾ ഐസ്, കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ള വ്യക്തികളായിരിക്കും, നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ. 1994 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 50 നമുക്ക് കിട്ടുന്നുണ്ട്. 1979 കിട്ടുന്നുണ്ട്. നമ്പർ 3 പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ്, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചൈൽഡിഷ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ. 1986 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്. നമ്പർ 23, നമ്പർ 2, നമ്പർ 35, 1981, നമ്പർ 4, ടീ ലവർ, മലപ്പുറം ജില്ല, ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 31, 1991, പേഷ്യൻസ്, മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 48 കിട്ടുന്നുണ്ട്. 2005 എന്ന് പറയുന്ന വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.